ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വർഷത്തെ അവസാനത്തെ പ്രതിവാര വചന ധ്യാനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എബ്രായർ 12 അധ്യായം അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. എബ്രായർ 12ൻ്റെ 12ഉം 13ഉം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എബ്രായ ലേഖനം നമുക്കറിയാം, പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുന്ന വിശ്വാസികൾ സഹിഷ്ണുതയോടെ ആദ്യ വിശ്വാസം അന്ത്യം വരെ മുറുകെ പിടിക്കുവാൻ വേണ്ടി എഴുതിയ ഒരു പ്രബോധനമാണെന്ന് നമുക്കറിയാം. 12ാമത്തെ അധ്യായത്തിലും അതേ വിഷയത്തിൽ തന്നെയാണ് ലേഖനകർത്താവ് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവുമെല്ലാം വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം ധ്യാനിക്കണം. അവൻ അനുസരണത്തിൽ എത്രത്തോളം നിലനിന്നു, അന്ത്യം വരെയും പിടിച്ചു നിന്നു, പാപികളാൽ ഇത്ര വലിയ വിരോധം സഹിച്ചവനെ നാം ധ്യാനിച്ചു കൊള്ളണം എന്നെല്ലാം ഈ അധ്യായത്തിൻ്റെ തുടക്കം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 5ാമത്തെ വാക്യം മുതൽ ദൈവം നൽകുന്ന ബാലശിക്ഷയെക്കുറിച്ചാണ് ലേഖനകർത്താവ് സംസാരിക്കുന്നത്. അത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തോടുള്ള പോരാട്ടത്തിൽ നമുക്ക് കുറവുകൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് ശിക്ഷണം നൽകും. അങ്ങനെ ദൈവം ശിക്ഷണം നൽകുന്നില്ലെങ്കിൽ നമ്മൾ മക്കളല്ല, കവലുടയന്മാരത്രേ എന്നാണ് 8ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുസരണത്തിലെ ഏറ്റക്കുറവുകൾക്ക് അനുസരണം ദൈവം നമ്മെ ശിക്ഷണം നൽകി വളർത്തും. അതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശുദ്ധീകരണമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് ഗുണമാണ് ചെയ്യുന്നത് എന്നൊക്കെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ശിക്ഷണം കടന്നു വരുമ്പോൾ നമുക്ക് നീരസം കടന്നു വരാം, നമുക്ക് ദൈവം നമ്മളെ ശാസിക്കുമ്പോൾ മുഷിഞ്ഞു പോകാം. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, താൻ സ്നേഹിക്കുന്നവനെ അവൻ ശിക്ഷണം കൊടുക്കുന്നു, അവൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും അവൻ തല്ലുന്നു. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ നല്ലൊരു സാധ്യതയുള്ളൊരു സമയമാണ് ദൈവം നമ്മെ ശിക്ഷണത്തിലൂടെ നടത്തുമ്പോൾ. കാരണം നീരസം കടന്നു വരാം, മുഷിഞ്ഞു പോകാം, ഉള്ളം ക്ഷീണിച്ച് മടുത്തു പോകാം. അപ്പോൾ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാതെ പിന്മാറ്റത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയേറെയാണ്. പിന്മാറ്റത്തിൽ പോകുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് 10ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. 11ാമത്തെ അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യം നമുക്കറിയാം, വിശ്വസിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പിന്മാറ്റം കടന്നു വരുവാൻ നല്ലൊരു സാധ്യതയുള്ളൊരു സമയമാണ് ദൈവം നമ്മെ ശാസിക്കുകയും ശിക്ഷണം നടത്തുകയും ചെയ്യുന്നൊരു സമയം. ആ സമയത്ത് നീരസം കടന്നു വരാതെ മുഷിഞ്ഞു പോകാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്രബോധനമാണ് ഈ ഭാഗത്തെ ലേഖനകർത്താവ് നമുക്ക് നൽകുന്നത്. കാരണം ശിക്ഷണം ദൈവം നൽകുന്നത് നമുക്ക് നന്മ വരുവാനാണ്, നമ്മൾക്ക് ഗുണം വരാനാണ്. എന്താണ് ആ ഗുണം? നമ്മൾ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് അവൻ നമ്മെ ശിക്ഷണത്തിലൂടെ നടത്തുന്നത്. 11ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഏത് ശിക്ഷയും ആ സമയത്ത് തൽക്കാലം അല്ലെങ്കിൽ തത്സമയം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞിരിക്കുന്നത്. ആണെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരം അത്രേ എന്നല്ല പറഞ്ഞു, ദുഃഖകരം അത്രേ എന്ന് തോന്നും. നമുക്ക് ആ ശിക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വളരെ കഠിനമല്ലോ, ഇത് വളരെ ദുഃഖകരമല്ലോ എന്ന് തോന്നും. അത് വേദപുസ്തകം വളരെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ തോന്നും. നമുക്ക് നീരസം വരുവാനും മുഷിപ്പ് തോന്നാനുമൊക്കെ വളരെയധികം സാധ്യതയുള്ളൊരു സമയമാണ്. ദൈവം നമ്മെ അനുസരണത്തിൽ വളർത്തുവാൻ വേണ്ടി ചില ബാലശിക്ഷകളൊക്കെ നൽകുന്ന സമയങ്ങൾ, ചില ഡിസിപ്ലിനിങ് ചെയ്യുന്ന സമയങ്ങൾ. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, പിന്നത്തേതിൽ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഈ ശിക്ഷണത്തിലൂടെ കടന്നുപോയി പരിശീലനം ലഭിക്കുന്നവർക്ക് പിന്നത്തേതിൽ നീതി എന്ന സമാധാന ഫലം ലഭിക്കും. പലപ്പോഴും പല ദൈവമക്കൾക്കും ദൈവസമാധാനം അനുഭവിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം അവർ പാപത്തോടുള്ള പോരാട്ടത്തിൽ ദൈവം നൽകുന്ന ശിക്ഷണത്തിനൊത്തവണ്ണം വളരുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ്. എങ്ങനെയാണ് സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ദൈവമക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ നീതി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം.
വിശുദ്ധീകരണത്തിലൂടെ ഞാനൊരു നീതിമാനായി മാറണം. എൻ്റെ സ്വഭാവം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുമ്പോൾ ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഐക്യത അനുഭവിക്കുവാൻ കഴിയും. ഞാനും ദൈവവുമായിട്ടുള്ള ഐക്യം കടന്നു വരുമ്പോൾ അവിടെ സമാധാനമുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സമാധാനം കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായ സമാധാനവും അനുഭവിക്കാൻ കഴിയും. ഇന്ന് പലപ്പോഴും നമ്മൾ മാനസിക സമാധാനം തേടുന്നുണ്ടെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലല്ല നമ്മൾ ആത്യന്തികമായിട്ട് ആ സമാധാനം തേടുന്നത്. ദൈവവുമായിട്ടുള്ള സമാധാനമൊന്നും ഇല്ലേലും എനിക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലോ ലൗകികമായ അനുഗ്രഹങ്ങളിലോ എൻ്റെ ഭാവി സുരക്ഷിതമാണെന്നുള്ള ഭൗതികമായ ചിന്തകളിലോ ഒക്കെ സമാധാനം കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ആത്യന്തികമായി സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ദൈവവുമായിട്ട് എനിക്ക് സമാധാനം വേണം. ദൈവവുമായിട്ടുള്ള എല്ലാ മത്സരബുദ്ധിയും ഉപേക്ഷിച്ച് അവിടെ ഐക്യവും സ്നേഹവും കടന്നു വരണം. അതിനെന്ത് വേണം? അതിന് ഞാനൊരു നീതിമാനാകണം. നീതിമാനായ ദൈവവും നീതിമാനായ ഞാനും കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവിടെ സമാധാനം കടന്നു വരും. അങ്ങനെ നീതിയിൽ ഞാൻ വളരണമെങ്കിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ ബാലശിക്ഷയിലൂടെ കടന്നു പോകണം. എൻ്റെ അനുസരണക്കേട്, എൻ്റെ പാപത്തോടുള്ള സ്നേഹമൊക്കെ ഞാൻ വിട്ടുമാറുവാൻ വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ ചില ശിക്ഷണങ്ങൾ ദൈവം അയക്കും. അപ്പോൾ ഞാൻ നീരസപ്പെട്ടു പോകാതെ ദൈവത്തോട് എതിർത്തു നിൽക്കാതെ കീഴ്പ്പെടുമെങ്കിൽ ആ ശിക്ഷണത്തിലൂടെ അഭ്യാസം ലഭിച്ച് എനിക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം കർത്താവ് നാം പിന്മാറ്റത്തിൽ പോകാതെ മുന്നോട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്നും അത് ശിക്ഷണത്തിൻ്റെ സമയത്തിലും നമ്മൾ വിട്ടുകൊടുക്കാതെ എത്ര ദുഃഖകരമെന്ന് തോന്നുമ്പോഴും നാം മുന്നോട്ട് നീങ്ങണം. അതിൻ്റെ അന്ത്യം വിശുദ്ധീകരണവും സമാധാനവുമൊക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് 12ാമത്തെ വാക്യത്തിൽ ആകയാൽ ഇത്രയും കാരണങ്ങൾ വിവരിച്ചതിന് ശേഷം ഇതെല്ലാം സത്യമായിരിക്കവേ എന്തു ചെയ്യണം നമ്മൾ? തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരുത്തുവിൻ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടായെങ്കിൽ പ്രായോഗിക തലത്തിൽ നിങ്ങൾ എന്തു ചെയ്യും? തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലുകളെ നിങ്ങൾ നിവർത്തും. എന്താ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? ഇതൊരു ഉപമ പോലെ പറഞ്ഞിരിക്കുകയാണേലും ഒന്നാമതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തണം. സാധാരണഗതിയിൽ നമ്മൾ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയല്ല ചെയ്യുന്നത്, നമ്മളൊന്ന് അല്പനേരം വിശ്രമിക്കും. മുടന്തുള്ളത് ഭേദമാകുവാൻ നമ്മൾ സാധാരണ നടക്കുകയല്ല ചെയ്യുന്നത്, നമ്മളൊന്ന് അടക്കി വെക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുക്തിരഹിതമായിട്ട് നമുക്ക് തോന്നും. തളർന്ന കൈയാണ് നമ്മൾ നിവർത്തേണ്ടത്, കുഴഞ്ഞ മുഴങ്കാലാണ് നമ്മൾ നിവർത്തേണ്ടത്. മുടന്തുള്ളത് നമ്മൾ നടക്കണം, ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് കാലിന് പാത നിവർത്തി അതിൽ നടക്കണം. നടക്കുമ്പോൾ സൗഖ്യം കടന്നു വരും. എന്താ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? ദൈവം നമ്മുടെ ജീവിതത്തിൽ ശോധന അയക്കുമ്പോഴും നമുക്ക് ബാലശിക്ഷണം നൽകുമ്പോഴും വിശുദ്ധീകരണത്തിനായിട്ട് അനുസരണത്തിൽ ഞാൻ വളരുവാനായിട്ട് ശിക്ഷണങ്ങൾ നൽകുമ്പോൾ ഇതെൻ്റെ നന്മയ്ക്കായിട്ടാണ്, വിശുദ്ധീകരണത്തിനായിട്ടാണ്, ഞാനൊരു നീതിമാനായിട്ട് ദൈവിക സമാധാനം എൻ്റെ ഉള്ളിൽ കടന്നു വരാനാണെന്നൊക്കെ നാം മനസ്സിലാക്കിയിട്ട് എനിക്ക് എവിടാണോ ബലഹീനത, എനിക്കെവിടാണോ വേദന, അവിടെ ഞാൻ അനുസരിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും തന്നെ ഞാൻ നിവർത്തണം. എനിക്കെവിടാണോ ബലഹീനത അവിടെ ഞാൻ അനുസരിക്കണം. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് എനിക്കെവിടാണോ വേദനിക്കുന്നത്, ദൈവം എനിക്ക് ഈ ശിക്ഷണം നൽകുമ്പോൾ എനിക്കെവിടാണോ ദുഃഖകരമാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ഞാൻ എല്ലാം മടക്കി അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്, പിന്മാറ്റത്തിലേക്ക് പോകുകയല്ല വേണ്ടത്, അവിടെ ഞാൻ അനുസരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ശിക്ഷണത്തെക്കുറിച്ചുള്ള ദൈവിക ബോധം നിങ്ങൾ വിശ്വസിച്ചവരാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ദൈവം ശിക്ഷണം നടത്തുന്നത് നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. കാരണം വേദനിക്കുന്നുണ്ടെങ്കിലും ദുഃഖകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവിടെ തന്നെ അനുസരണം കാഴ്ചവെക്കാൻ നിങ്ങൾ മുതിരുന്നു. ഒരപ്പൻ ഒരു മകനെ ശിക്ഷണം കൊടുക്കുമ്പോൾ, ഒരു അടി കൊടുക്കുമ്പോൾ, ഒരു ചൂരൽ കൊണ്ടൊരു തല്ല് കൊടുക്കുമ്പോൾ ആ അടിച്ച വിഷയത്തിൽ ആണ് അവൻ അനുസരണം കാഴ്ചവെക്കേണ്ടത്. അല്ലാതെ അത് വിട്ടേച്ച് ബാക്കി എല്ലായിടത്തും അനുസരണം കാഴ്ചവെച്ചാൽ അനുസരണമുള്ളൊരു മകനായില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ഒരു
ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഒരു ബാലശിക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ദൈവമായിട്ട് അങ്ങ് മാറി നിൽക്കും. അവിടെ അനുസരണമില്ല, അവിടെ മടുത്തിരിക്കുകയാണ്, അവിടെ മുഷിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സഭയിൽ പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ബാക്കിയെല്ലാം മീറ്റിങ്ങിനെല്ലാം പോകുന്നുണ്ട്, ഔട്ട്റീച്ചുകൾക്ക് പോകുന്നുണ്ട്, എല്ലാത്തിനും പോകും. പക്ഷേ കാര്യമായിട്ട് ദൈവം ഇടപെടുന്ന തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നമ്മൾ നിവർത്തത്തില്ല. നമ്മൾ മുടന്തുള്ള കാല് അടക്കി എനിക്ക് വയ്യ കേട്ടോ, ഞാൻ കാല് വയ്യാത്ത ആളാണെന്നും പറഞ്ഞ് നമ്മൾ അടങ്ങിയിരിക്കുക, നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് നേരെ വിപരീതമാണ്. നിങ്ങൾക്ക് എവിടാണോ വേദന വരുന്നത്, എവിടാണോ ദുഃഖകരമെന്ന് ഈ ശിക്ഷണം തോന്നുന്നത്, ആ മേഖലയിൽ അനുസരണം കാഴ്ചവെക്കാൻ നിങ്ങൾ മുതിരണം. അവിടെ നിങ്ങൾ നിവർത്തണം നിങ്ങളുടെ കൈകളെയും കാലുകളെയും. അവിടെ നിങ്ങൾ മുടന്തുള്ളത് ഭേദമാകുവാൻ വേണ്ടി കാലിന് പാത നിരത്തണം. അവിടെ സൗഖ്യം കടന്നു വരും, ഉറപ്പാണ്. ഇത് യുക്തിരഹിതമായിട്ട് തോന്നുമെങ്കിലും സൗഖ്യം ഉറപ്പായിട്ട് കടന്നു വരും. എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം? തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ഇത് നമ്മളെ യെശയ്യാവിൻ്റെ പുസ്തകം 35 അധ്യായത്തിലും അവിടെയും ഇത് തന്നെ പറയുന്നുണ്ട്. യെശയ്യാവ് 35 വാക്യം ഇങ്ങനെയാണ്: തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. ഈ 35 അധ്യായം യെശയ്യാവിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ദൈവം ഒരു പ്രവൃത്തി ഉറപ്പായിട്ടും ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രത്യാശയുടെ അധ്യായമാണ്. അവിടെ പറയുന്നത് ഇസ്രായേൽ ജനം തിരിച്ച് അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ പുനഃസ്ഥാപിക്കപ്പെടും, ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവം ഇതാ കടന്നു വരുന്നു, ദൈവത്തിൻ്റെ പ്രതിഫലം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഇതൊക്കെ 4 വാക്യത്തിലാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുവിൻ, മനോഭീതിയുള്ളവർ ധൈര്യപ്പെടുവിൻ. ഈ വിഷയത്തിൻ്റെ അന്ത്യം ശുഭകരമായ ഒരു ദൈവപ്രവൃത്തി ആയിരിക്കും. അതുകൊണ്ട് പ്രായോഗിക തലത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ തളർച്ചയൊന്നും കണക്കിലെടുക്കാതെ ബലപ്പെട്ട് കാലുകളൊക്കെ ഉറക്കട്ടെ, കൈകളൊക്കെ നിവർത്തട്ടെ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെയും എബ്രായ ലേഖന കർത്താവ് 12 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഒരു ആശയം തന്നെയാണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ അന്ത്യം നന്മയായതുകൊണ്ട് നിങ്ങൾ ബലഹീനതകളെ കണക്കിലെടുക്കാതെ അനുസരിക്കുക. അത് തന്നെയല്ലേ എബ്രായർ 12 നമ്മൾ കണ്ടത്. ഉറപ്പായിട്ടും ഈ ശിക്ഷണം സന്തോഷകരമല്ലെന്ന് തോന്നുന്നെങ്കിലും പിന്നത്തേതിൽ നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇതെൻ്റെ ഗുണത്തിനാണ്, എൻ്റെ വിശുദ്ധീകരണത്തിനാണ് നാം മനസ്സിലാക്കുമെങ്കിൽ എൻ്റെ ബലഹീനതകളെയോ എൻ്റെ വേദനയോ കണക്കിലെടുക്കാതെ ഞാൻ ആ വേദനിക്കുന്ന മേഖലയിൽ തന്നെ അനുസരണം കാഴ്ചവെക്കണം. കാരണം ഉറപ്പായിട്ടും അത് സൗഖ്യത്തിൽ കലാശിക്കും, ഉറപ്പായിട്ടും അതിൻ്റെ ഗുണത്തിൽ തന്നെ കലാശിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു പ്രയോഗം ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ്. ഇയ്യോബിൻ്റെ 4 അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകം 4 അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇയ്യോബിനെ കുറിച്ച് ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് തളർന്ന കൈകളെ ശക്തീകരിക്കേണ്ടത്, എങ്ങനെയാണ് കുഴയുന്ന മുഴങ്കാലുകളെ ഉറപ്പിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു, വീഴുന്നവനെ താങ്ങി നിർത്തുന്ന ഒരു വചനം കൊണ്ട് കുഴയുന്ന മുഴങ്കാൽ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേദനിക്കുന്ന മേഖലയിൽ നമ്മൾ ബലഹീനതകൾക്ക് കണക്കിടാതെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ തളർന്ന കൈ ഞാൻ നിവർത്തേണ്ടത്, എങ്ങനെയാണ് ഈ കുഴഞ്ഞ മുഴങ്കാൽ ഞാൻ ഉറപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിലൂടെയാണത് സംഭവിക്കുന്നത്. തളർന്ന കൈകളെ ശക്തീകരിക്കാൻ ആവശ്യം വചനം, കുഴയുന്ന മുഴങ്കാൽ ഉറപ്പിക്കുവാൻ ആവശ്യം വചനം. വചനത്തിൽ നിന്ന് എന്താ ആവശ്യം? 2 കാര്യങ്ങൾ ഇവിടെ തെളിയിച്ച് പറഞ്ഞിട്ട്, ഒന്ന് ഉപദേശം, വചനത്തിലെ ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഡോക്ട്രിൻസ്, വചനത്തിൻ്റെ ഉപദേശം. വചനം എന്താണ് പഠിപ്പിക്കുന്നത്? വചനം നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവിടെയും ഇവിടെയും കുറേ വാക്തത്വങ്ങളും കുറേ ദൂതുകളും മാത്രം അറിഞ്ഞാൽ മാത്രം പോരാ. ദൈവം നമ്മളെ ഉപദേശിക്കുന്ന ഉപദേശ സത്യങ്ങൾ, രക്ഷയുടെ സത്യങ്ങൾ, ക്രിസ്തയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന സത്യങ്ങൾ, നമ്മുടെ ദൈവം ആരാണെന്നുള്ള സത്യം, അവൻ്റെ രക്ഷാ പദ്ധതി എന്താണ്, അവൻ എൻ്റെ ജീവിതത്തിനായി കരുതി വച്ചിരിക്കുന്ന പദ്ധതി എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഓരോ ഡോക്ട്രിൻസും എടുത്ത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. പഠിച്ച്
നമ്മൾ അതിൽ ഉറയ്ക്കുമ്പോൾ തളർന്ന കൈകൾ നിവർത്തുവാനുള്ള ശക്തി ദൈവം നൽകും. വചനത്തിൽ നിന്നുള്ള ഉപദേശം തളർന്ന കൈകളെ ശക്തീകരിക്കും. ഇനി രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് വീഴുന്നവനെ താങ്ങി നിർത്തുന്ന ഒരു വചനം. അവിടെ ആ വചനം എന്നുള്ളതിൻ്റെ ആ ഒരു അർത്ഥം, വീഴുന്നവരെ താങ്ങി നിർത്തുന്ന വചനം എന്ന് പറയുമ്പോൾ അതൊരു ആലോചനയാണ്, ഒരു കൗൺസിലിംഗ് എന്നുള്ളൊരർത്ഥത്തിലാണ്. ഒരാൾ അത് ആ പാപത്തിലേക്ക് വീഴാൻ പോകുന്നു, ഇയ്യോബ് ഒരു വാക്ക് പറഞ്ഞ് അവനെ താങ്ങി ആ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതൊരു കൗൺസിലിംഗ് എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു ആലോചന പറഞ്ഞു കൊടുക്കുക, ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നാം വചനത്തിൽ നിന്ന് കാംക്ഷിക്കേണ്ടത് താങ്ങി നിർത്തുന്ന ദൈവിക ആലോചനകൾ. ഉപദേശം ദൈവം ചെയ്ത പ്രവൃത്തികൾ, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ, ഇതെല്ലാം പൊതുവായിട്ട് എല്ലാ വിശ്വാസികളെയും ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ ആലോചന എനിക്ക് വ്യക്തിപരമായ ആവശ്യമായിട്ടുള്ള ദൂതുകൾക്കാണ് നമ്മൾ ആലോചന എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ സാഹചര്യത്തിൽ ദൈവം എന്താണ് പറയുന്നത്, ആ ആലോചന നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശ്രവിക്കണം. പൊതുവായ നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന ഉപദേശവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നോട് ദൈവം പറയുന്ന ആലോചനയും സ്വീകരിച്ചാൽ തളർന്ന കൈകൾ ശക്തീകരിക്കപ്പെടും, കുഴയുന്ന മുഴങ്കാൽ ഉറപ്പിക്കപ്പെടും. അപ്പോൾ എബ്രായ 12 നമുക്ക് തിരിച്ചു വരാം. ശിക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകുവാനുള്ള പ്രലോഭനം വളരെ ഏറെയാണ്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമുക്കത്ര സന്തോഷകരമായിട്ട് തോന്നുന്നില്ല, ദുഃഖകരമായിട്ടത്രേ തോന്നുന്നത്. മുഷിപ്പ് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഉള്ളം ക്ഷീണിച്ചു പോകുന്നു, നീരസം കടന്നു വരുന്നു. ദൈവം എന്നെ വേദനിപ്പിക്കുന്നു, അവൻ്റെ സ്വരൂപത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി അവൻ്റെ കരം എൻ്റെ മേലാകുമ്പോൾ എനിക്ക് വേദനിക്കുന്നു. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകുവാനുള്ള പ്രലോഭനം വളരെ അധികമാണ്. എന്നാൽ അങ്ങനെ നമ്മൾ ആ പ്രലോഭനത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ, പാപത്തോട് പോരാടണമെങ്കിൽ നാം എന്തു മനസ്സിലാക്കണം? ഈ ശിക്ഷണം എൻ്റെ നന്മയ്ക്കായിട്ടാണ്, എൻ്റെ ഗുണത്തിനായിട്ടാണ്. എനിക്ക് നീതിമാനായിട്ട് ദൈവവുമായിട്ടുള്ള സമാധാനത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണോ വേദനിക്കുന്നത്, എവിടെയാണോ ദുഃഖം കടന്നു വരുന്നത്, അവിടെ ഞാൻ അനുസരിക്കുവാൻ ഇറങ്ങി പുറപ്പെടും. അങ്ങനെ നമ്മൾ പുറപ്പെടണം. അതാണ് 12 13 പറഞ്ഞിരിക്കുന്ന നമ്മളോടുള്ള ദൈവത്തിൻ്റെ ആലോചന. ഇനി എങ്ങനെ നമുക്ക് തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും നിവർത്തുവാൻ കഴിയും? വചനത്തിൻ്റെ ശക്തിയിലൂടെ. വചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കണം. എന്നോട് വ്യക്തിപരമായി ദൈവം പറയുന്ന ആലോചനകളും ഞാൻ ഏറ്റെടുക്കണം. ഉപദേശം എന്നെ ശക്തീകരിക്കും. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്നൊക്കെ ഞാൻ കൂടുതൽ മനസ്സിലാക്കും തോറും എനിക്ക് രക്ഷയിലൂടെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ ശക്തമായിട്ട് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനുള്ള പ്രചോദനവും എല്ലാ പ്രോത്സാഹനവും ലഭിക്കും. എന്നോട് വ്യക്തിപരമായി ദൈവം പറയുന്ന ആലോചനകൾ ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ വീണുപോകാതെ വീഴ്ചയിൽ നിന്നെന്നെ താങ്ങും, പാപത്തിൻ്റെ പടികുഴികളിൽ നിന്നെന്നെ താങ്ങും. ഈ 2 കാര്യങ്ങളും ദൈവവചനത്തിൽ നാം ശ്രവിച്ചാൽ തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ദൈവം ശക്തീകരിക്കും. മുടന്തുള്ളത്, ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ മുടന്തു വന്നിട്ടുള്ളത് ഉളുക്കിപ്പോകാതെ, കൂടുതൽ മോശമാകാതെ, ഭേദമായി സൗഖ്യം കടന്നു വന്ന് നമുക്ക് സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ അത് സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൈവവചനം ധ്യാനിച്ച് അവൻ്റെ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി വിശ്വസിച്ച് ആശ്രയിച്ച് അവൻ നിങ്ങൾക്ക് വ്യക്തിപരമായി നൽകുന്ന ആലോചനകൾ ഏറ്റെടുത്ത് അതിനൊത്തവണ്ണം ബുദ്ധിപരമായി അനുസരിച്ച് നിങ്ങളുടെ തളർച്ചയെയും വേദനയെയും ദൈവം സൗഖ്യപ്പെടുത്തി നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഓട്ടം നൽകുവാൻ ഈ വചനം ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ അവസാനിക്കുന്നു. ആമേൻ.